ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കാറുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ കൊണ്ടാണ്. നിങ്ങളുടെ കാറിൻ്റെ ഡോറിൻ്റെ ഇവിടെ നിങ്ങൾ ഗ്യാപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതേപോലെ താഴെ ഡോറിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മഴക്കാലത്തൊക്കെ വണ്ടി ഡ്രൈവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെടി പിടിച്ചിട്ടുള്ളത് കാണാം. ഇവിടെയൊക്കെ കാണുന്നത്, ഈ സ്ഥലത്ത് ഇവിടെയൊക്കെ നല്ലോണം ചെടി പിടിച്ചിട്ടുണ്ട്. ഈ ഡോറിൻ്റെ ഗ്യാപ്പിൽ കൂടിയുള്ള വെള്ളം വരുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ ചെടി പിടിക്കുന്നത്. മഴക്കാലം അല്ലെങ്കിലും പൊടിയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെയൊക്കെ വൃത്തികേടാവും. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡോറിൻ്റെ ഗ്യാപ്പിൽ ചെടി പിടിക്കുന്ന പരിഹാരം റബ്ബർ സീൽ ചെയ്യുക എന്നുള്ളതാണ്. അതിന് 3 ടൈപ്പ് റബ്ബർ സീൽ നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന് ഇതിന് സെറ്റ് ടൈപ്പ് റബ്ബർ സീൽ എന്ന് പറയും, പിന്നെ ഒരു D ടൈപ്പ്, പിന്നെ ഒരു P ടൈപ്പ്. അപ്പോൾ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാനിപ്പം കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ വൃത്തിയാക്കണം. ഇത് കാറിൻ്റെ ഫ്രണ്ട് ഡോറാണ്. ഇവിടെ നമ്മൾ സെറ്റ് ടൈപ്പ് റബ്ബർ സീലാണ് ചെയ്യേണ്ടത്. ഫ്രണ്ട് ഡോറിൻ്റെ ഈ ഭാഗം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ഇവിടെ ഇപ്പോൾ ഗ്യാപ്പൊക്കെ ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിക്കാനുള്ള ഡോറിൻ്റെ താഴെയുള്ള ഭാഗമാണ്. താഴെയുള്ള ഈ ഭാഗത്ത് നമ്മൾ ഒട്ടിക്കണം. ഇവിടെ P ടൈപ്പ് റബ്ബറാണ് ഒട്ടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ ഈ ഭാഗം കൂടി റബ്ബർ സീൽ ചെയ്ത് കഴിഞ്ഞു. ഈ സ്ഥലത്ത് നമ്മൾ D ടൈപ്പ് റബ്ബർ സീലാണ് ചെയ്യേണ്ടത്. medianav.com എന്ന ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പർച്ചേസ് ചെയ്തത്. നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ബാക്ക് ഡോറിൻ്റെ ഈ ഭാഗത്തും നമ്മൾ D ടൈപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ റബ്ബർ സീൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഉപകാരം, എൻ്റെ കയ്യിൽ റെനോൾട്ട് കിഡ് കാറാണ്. റെനോൾട്ട് കിഡ് കാറിൻ്റെ ഒരു പ്രശ്നം, മറ്റു കാറുകളെ അപേക്ഷിച്ച് എൻജിൻ നോയ്സ് കൂടുതൽ ഉള്ളിൽ അനുഭവപ്പെടും. അതിനും ഒരു ചെറിയൊരു പരിഹാരമാണിത്. അപ്പോൾ ബാക്ക് ഡോറിൻ്റെ ഈ ഭാഗത്തും D ടൈപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.